ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. സങ്കീർത്തന പുസ്തകം 45-ാം അധ്യായം 7-ാം തിരുവചനം. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ, ഈശോയുടെ നിറവും തികവും ആനന്ദവും അഭിഷേകവും നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. ആർക്കൊക്കെ ഈ അഭിഷേകം വേണോ, ആർക്കൊക്കെ ഈ ആനന്ദം വേണോ, ആർക്കൊക്കെ സന്തോഷം വേണോ, അവരൊക്കെ ഈശോയിലേക്ക് വരണം, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലേക്ക് വരണം. നമ്മൾ പലപ്പോഴും സന്തോഷം തേടി പിക്നിക്ക് പോവും, വിനോദയാത്ര. അത് ദൂരങ്ങളിൽ പോവും, അടുത്ത് പോകും, ഇങ്ങനെ പല സ്ഥലത്തൊക്കെ പോവും. പക്ഷെ പോയി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ശൂന്യത അനുഭവപ്പെടണം. അത്രയും സമയവും ഈശോയുടെ മുമ്പിലിരുന്ന് നോക്കി, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നോക്കി, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നോക്കി, ആ ശൂന്യതയ്ക്ക് പകരം ഒരുപാട് ആനന്ദം, ഒരുപാട് അഭിഷേകം നമുക്ക് കിട്ടുന്നത് കാണാം. ചിലർ ആനന്ദം തേടി, സന്തോഷം തേടി മറ്റ് തിന്മയായ മാർഗത്തിലേക്ക് പോകും. ശാരീരിക തിന്മയിലേക്ക്, പാപത്തിലേക്ക്, ജഡിക പാപത്തിലേക്ക് സന്തോഷം തേടി പോണതാണ്, ആനന്ദം തേടി. പക്ഷെ അത് നമുക്കറിയാം, കുറേ കഴിയുമ്പോൾ എല്ലാം നിരാശയിലേക്ക്, കുറ്റബോധത്തിലേക്ക് നിറഞ്ഞിട്ട് അവരുടെ ജീവിതം ആനന്ദം ഒട്ടും ഇല്ലാത്ത വിധം നഷ്ടപ്പെടുന്നത്. ചിലർ ആനന്ദം നേടി മറ്റു പല തിന്മകളുടെ വഴികൾ, ഒന്നാം പ്രമാണത്തിനെതിരായി ദൈവത്തെ വിട്ട്, ദൈവ വഴികളെ വിട്ട്, ദൈവത്തിൻ്റെ സ്നേഹം വിട്ട്, ദൈവത്തിൻ്റെ ശക്തി വിട്ട് മറ്റു തിന്മയുടെ ശക്തികളിൽ ആശ്രയിക്കുന്നത്. സന്തോഷം നേടുക, ആനന്ദം നേടുക. പക്ഷെ അതും നമുക്കറിയാം പിന്നീട് എവിടെ ചെന്നെത്തിക്കുന്നുവെന്ന് നമ്മളെ വചനമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അനുഭവം ഉണ്ടാവും പലർക്കും. അപ്പോൾ യഥാർത്ഥ സന്തോഷം നമുക്ക് വെച്ച് വിളമ്പുന്ന വേദിയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ പറയാം: കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുന്നവൻ, ദൈവമായ കർത്താവ് അവന് ശാശ്വതമായ അഭയശില. ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈശോയുടെ വാഗ്ദാനം ഇവിടെ പൂർത്തീകരിക്കുക. ശാശ്വതമായ അഭയശില, ഒരിക്കലും മാറാത്ത, ഒരിക്കലും അവസാനിക്കാത്ത, കരിങ്കല്ല് പോലും ഉറച്ച, കല്ല് പോലും ഉറച്ച ശാശ്വത ഉറപ്പുള്ള ശിലയാണ് കർത്താവിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് വരുന്ന വ്യക്തിക്ക് ഈശോ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാർഗത്തിലേക്കോ, മനുഷ്യരിലേക്കോ, മാധ്യമങ്ങളിലേക്കോ, മറ്റു കാര്യങ്ങളിലേക്ക് ആനന്ദം തേടിപ്പോകേണ്ട ആവശ്യമില്ല, സന്തോഷം തേടിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം ഈശോ പൂർണ്ണതയാണ്. ഈ ആനന്ദം അല്ലെങ്കിൽ ഈ അഭിഷേകം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ജാതി മതങ്ങൾക്കപ്പുറം, ദേശങ്ങൾക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറം ഉള്ളതാണ് വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ആനന്ദം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക: ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സന്തോഷമുള്ള വാർത്തയാണ്, അത് ചെറുതല്ല, വലിയ വാർത്ത. യേശുക്രിസ്തു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ വാർത്ത. ഇത് അട്ടിടയന്മാർക്ക് ലഭിച്ചതാ, നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, രക്ഷ തരുന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. രക്ഷ തരാൻ വേണ്ടിയാണ് ഈശോ കുർബാനയായി മാറിയത്. അല്ലെ ഈശോയ്ക്ക് വേറെ എന്തെങ്കിലും വഴികൾ അന്വേഷിക്കാമായിരുന്നു? ശാശ്വതമായ രക്ഷ, രക്ഷയിലൂടെയുള്ള ആനന്ദം, രക്ഷയിലൂടെയുള്ള അഭിഷേകം നേടിത്തരാനാണ് ഈശോ കുരിശു മരണം ഏറ്റെടുത്തത്. അത് ഒരു ജാതി, ഒരു മതത്തിന്, ഒരു സമൂഹത്തിന്, അല്ലെങ്കിൽ ഏതാനും കുടുംബങ്ങൾക്ക്, ഏതാനും വ്യക്തികൾക്ക്, ഏതാനും രാജ്യങ്ങൾക്കല്ല, സകല ജനത്തിന്, ഈ ലോകത്ത് ഭൂമുഖത്തുള്ള എല്ലാ ജനതയ്ക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ജനിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം,
യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം, ഉത്ഥാനം. അങ്ങനെയെങ്കിൽ ഈശോ സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയായി മാറിയത് പീഡാസഹനത്തിലൂടെ, മരണത്തിലൂടെയാണെങ്കിൽ ഇന്ന് നമ്മിലൂടെ ഈ രക്ഷ നടക്കണമെങ്കിൽ എന്ത് വേണം? സഹനം വേണം. വെറും സഹനമായ പോരാ. ഈ സഹനങ്ങളെ യേശുവിൻ്റെ വലിയ സഹനത്തോട്, രക്ഷാകരമായ സഹനത്തോട് ഞാനും നമ്മളുമൊക്കെ നിങ്ങളുമൊക്കെ എപ്പോഴൊന്നും ചേർത്ത് വയ്ക്കുന്നോ ആ സഹനങ്ങളൊക്കെ വലിയ രക്ഷയായി മാറും. അതെനിക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും, നമ്മൾ ആർക്കൊക്കെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന ആർക്കൊക്കെ ആവശ്യമായിരിക്കുന്നു, അവർക്കെല്ലാം രക്ഷയായി മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അതിർത്തിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തരും. ശരിക്കും ഞാൻ 1999 ഞാൻ ധ്യാനമോ ആത്മീയ ശുശ്രൂഷകളൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഒരു ധ്യാന കേന്ദ്രത്തിൽ, ഞങ്ങളുടെ തന്നെ ധ്യാന കേന്ദ്രത്തിൽ കറുറ്റിയിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, ഈശോയുടെ മുമ്പിലിരിക്കുക. ഇപ്പോഴും അതെ, അപ്പോഴും അതെ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതും എൻ്റെ സമയങ്ങളിൽ വെച്ച് എന്ത് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ ആനന്ദം അനുഭവിക്കുന്നതും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോഴും വിശുദ്ധ കുർബാനയുടെ സമയത്താണ്. അങ്ങനെ ഞാൻ ആ ധ്യാനങ്ങൾക്ക് അവിടെ ഇരുന്ന് ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ധ്യാന ഹാളിൽ നടക്കുന്ന ചിലർക്ക് വിടുതൽ കൊടുക്കുന്നത്, ചിലർക്ക് ചില അഭിഷേകം കൊടുക്കുന്നത് എല്ലാം ഞാൻ ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരും. അപ്പോൾ ഹാളിൽ എത്ര പേരുണ്ട്, ആരുണ്ട്, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ആ കണ്ട വ്യക്തികൾക്ക് അല്ലെങ്കിൽ കാണിച്ചു തന്ന കാര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. അങ്ങനെ ഒരു ദിവസം കിടന്നുറങ്ങാം. 3 മണിക്ക് ഈശോ എന്നെ അങ്ങനെ വിളിക്കും. അത് ശുശ്രൂഷ തുടങ്ങണ കാലം തുടങ്ങി ഈശോ വിളിക്കുന്നതാണ്. വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് കരണക്കൊന്ത് ചെല്ലും. കരണക്കൊന്ത് ചെല്ലിയിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. പച്ച കളറുള്ള ഇങ്ങനെ കോളം പോലെയൊക്കെയുള്ള യൂണിഫോം ഇട്ട പട്ടാളക്കാർ വലിയ തോക്കിൽ ഇങ്ങനെ വെടിവെച്ച് ഒരു യുദ്ധം നടക്കുന്നു. ഒത്തിരി മനുഷ്യർ ഓടുന്നുണ്ട്. വിജന സ്ഥലത്തിലൂടെ, വനത്തിലൂടെ, വഴിയിലൂടെയെല്ലാം ഓടുന്നു. ഭയങ്കര ദയനീയമായ കരച്ചിൽ, സങ്കടം, ആകെ ഒരു വല്ലാത്ത അസ്വസ്ഥത. അത് കുറേ സമയം ഇങ്ങനെ കാണുക. കണ്ടു കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ കാണുന്നത് ഈ ഏകദേശം ഒരു ചെറിയ മുറിയുടെ വലിപ്പമുള്ള, അത്രയും വലിപ്പമുള്ള ഈശോയുടെ തിരുമുഖം, മുൾമുടി വെച്ച മുഖം ഇങ്ങനെ നിവർന്ന് കിടന്നിട്ട് ഈശോ ഇതിങ്ങനെ കിടന്ന് കരയുന്ന തല ഇങ്ങനെ ആട്ടി ആട്ടി, നല്ല ഫ്രഷ് ബ്ലഡ്, ശുദ്ധ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. മുൾമുടി വെച്ച ശിരസിലൂടെ മുഖത്തിലൂടെ എല്ലാം ഈശോ കരയുന്നൊരു ഭാവമാണ് ഞാൻ കാണുന്നത്. എനിക്കിത് കണ്ടു കഴിഞ്ഞിട്ട് നേരം വെളുത്ത് എഴുന്നേറ്റിട്ടൊന്നും എൻ്റെ ശരീരത്തിന് ബാലൻസ് കിട്ടുന്നില്ല. ഒരു പ്രകാരത്തിന് കുർബാനയ്ക്ക് നിന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും എൻ്റെ മനസ്സും ശരീരമെല്ലാം ഒരു നോർമൽ സ്റ്റേജിലേക്കാകുന്നത്. പക്ഷെ ഇത് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പക്ഷേ ഒത്തിരിയൊന്നും ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് വേണ്ടി ഒത്തിരിയൊന്നും അങ്ങനെ അറിവുകളും ഇല്ല എനിക്ക്. കാരണം ഞാൻ എന്നെ ഈശോ പഠിപ്പിച്ച് തുടങ്ങുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ ഓർമ്മിക്കുമ്പോഴെല്ലാം ഇത് പ്രാർത്ഥിക്കും. ഈശോ എവിടെയാണോ എനിക്കറിയില്ല, എന്താണോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ്. പക്ഷെ കൃത്യം 90-ാം ദിവസം 3 മാസം കഴിഞ്ഞപ്പോൾ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കാർഗിലിലെ യുദ്ധം പൊട്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞ് മെയിൻ ഹെഡിങ്ങായിട്ട് വരുന്നു. ഞാൻ കണ്ട അതേ യൂണിഫോം ഇട്ട പട്ടാളക്കാർ, തോക്ക് എല്ലാം. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇത് 90 ദിവസം മുന്നേ, 3 മാസം, കാരണം ഇത്രയും വലിയൊരു ദർശനമായതുകൊണ്ട് ഞാനതെൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. അപ്പം ഞാൻ ഡയറി എടുത്ത് നോക്കിയപ്പോൾ കൃത്യം 3 മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു പശ്ചാത്താപമായി. ദൈവമേ, ദൈവം ആഗ്രഹിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല. അങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ അന്നേരം തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ഇതുപോലെ ചില കാര്യങ്ങൾ ഈശോ ദൈവത്തിൻ്റെ മനസ്സോട് നമ്മുടെ മനസ്സ് ചേർത്ത് വെക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ചില
ഗിഫ്റ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തോട് നമുക്ക് ചേരാൻ തരുന്ന ചില അവസരങ്ങളായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എടുക്കുക. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ വാർത്ത ചില സഹനങ്ങളിലൂടെ ആയിരിക്കും. ഈശോ സഹിച്ചുകൊണ്ടാണ് സന്തോഷത്തിൻ്റെ വാർത്ത, രക്ഷാകരമായ അനുഭവം തന്നതെങ്കിൽ നമ്മൾ സഹനം വിട്ടുള്ള സന്തോഷത്തിൻ്റെ വാർത്ത അല്ലെങ്കിൽ രക്ഷ കൊടുക്കൽ നടക്കില്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന സഹനമില്ലാത്ത സന്തോഷം, അല്ലെങ്കിൽ എപ്പോഴും വിജയകരമായ സന്തോഷം, രോഗമില്ലാത്ത അവസ്ഥ, സങ്കടമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ മാനുഷികത ചിന്താഗതിയിൽ നിന്ന്. പക്ഷേ ഈശോ കൊടുത്തത് തന്നത് സഹനത്തിലൂടെ മരണത്തിലൂടെയാണെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ളതും സഹനത്തിലൂടെ മരണത്തിലൂടെ മാത്രമേ ആഭരണ രക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. സഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും അതിന് ഫലം കൂടുതലാണ്. സുഖിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഫലം ഉണ്ടായെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്നു എങ്ങനെ? കുർബാനയിൽ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ, ലോകം മുഴുവനും സന്തോഷം തരാൻ, എൻ്റെ ജീവിതത്തിൽ സന്തോഷം തരാനാണ് ഈശോ ഒന്ന് ജീവിക്കണേ. മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നോടൊപ്പം തന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബസാരത്തിൽ, എൻ്റെ കോൺവെൻറ്റിൽ, എൻ്റെ സഹോദരിമാർക്ക്, എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അതോടൊപ്പം ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ലോകം മുഴുവനുള്ള ഓരോ വ്യക്തിക്കും ഈശോ സന്തോഷം തരാനാ, ആനന്ദം തരാനാ, അഭിഷേകം തരാനാ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നത്. രക്ഷകൻ, രക്ഷിക്കുന്ന വ്യക്തിയാണ് രക്ഷകൻ. രക്ഷ കൊടുക്കാൻ ഈശോയ്ക്ക് വേറെ മാർഗം, ദൈവത്തിന് വേറെ മാർഗം കണ്ടെത്താമായിരുന്നു. പക്ഷെ ദൈവം കണ്ടെത്തിയ മാർഗം ഇതാണെങ്കിൽ അപരന് രക്ഷ കൊടുക്കാൻ എന്നിലും ദൈവം കണ്ടെത്തുന്ന മാർഗം ഇത് തന്നെയുള്ളൂ. കാരണം ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രക്ഷയുടെ വഴി സഹനത്തിൻ്റെ വഴിയാണ്, ജീവൻ്റെ വഴി സഹനത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ഈ സഹനത്തിൻ്റെ വഴി വിട്ടുള്ള രക്ഷയും ജീവനും ആനന്ദവും സന്തോഷവും ഞാനും നിങ്ങളും തേടുന്നെങ്കിൽ അത് യേശുവിൻ്റെ വഴിയല്ല, യേശുവിന് എതിരെയുള്ള മറ്റവൻ്റെ വഴിയാണ്, സാത്താൻ്റെ വഴിയാണ്, പിശാചിൻ്റെ വഴിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സന്തോഷം നമുക്ക് ശാശ്വതമായി നിലകൊള്ളാത്തത്. ഇങ്ങനെ കിട്ടുന്ന സന്തോഷം ശാശ്വതമാണ്. ലോകാവസാനം വരെ ഈശോ ഉണ്ട്, ലോകാവസാനം വരെ സഹനം ഉണ്ടാവും. ലോകാവസാനം വരെ സഹനം ഉണ്ടെങ്കിൽ ലോകാവസാനം വരെ രക്ഷയും നടക്കും. അപ്പോൾ രക്ഷിക്കാനുള്ള ഏക വഴി സഹനമാണെന്ന് ഈശോ വിശുദ്ധ കുർബാനയിൽ പഠിപ്പിക്കുക. അപ്പോൾ ഈശോയുടെ ജനനം സഹനത്തിൻ്റെ മൂർത്തിഭാവത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ജനിച്ചപ്പോൾ അത്ര സഹനമൊന്നുമില്ല, അതിനൊരു അംശം പോലും ചിലപ്പോൾ കാണില്ല. പക്ഷേ ഈശോയുടെ സഹനം എത്രമാത്രം പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പും സഹിച്ചു. ഉദരത്തിൽ കിടന്ന ഈശോ പോലും എത്ര സഹിച്ചു. മനഃശാസ്ത്രവും അല്ലെങ്കിൽ എല്ലാം പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് 3 ആഴ്ച കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഈശോ ആ കാലയളവിൽ 10 മാസവും സഹിച്ച സഹനങ്ങൾ, ഔസപിതാവും മാതാവും സഹിച്ച സഹനങ്ങൾ ഈശോയ്ക്കും കൂടി ബാധകമായിരുന്നു ഈ ലോകത്തോട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട്. ഈശോ വലിയ പീഡാസഹനത്തിലൂടെ, ആ സഹനത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു യേശുവിൻ്റെ കുരിശുമരണം, പീഡാസഹനം. അതിലൂടെയാണ് ഉത്ഥാനം ചെയ്തത്. ഉത്ഥാനത്തിലൂടെയാണ് ജീവനുള്ള യേശുവായി നമുക്ക് തിരിച്ചു കിട്ടുക, നിത്യമായി, ലോകാവസാനം വരെ. ഓരോ അൾത്താരയിലും ഉത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ഈശോ അവതാരം ചെയ്ത് വരുമ്പോൾ എല്ലാവർക്കും വേണ്ടി, സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ വാർത്തയാണെങ്കിൽ ഓരോ അൾത്താരയിലെ ബലിയും, ഓരോ ബലിയും സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. അവിടെ വന്നിരിക്കുന്ന ജനത്തിന് മാത്രം വേണ്ടിയുള്ളതല്ല, ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ ബലി അർപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഓരോ ബലി ജീവിതവും ഓരോ സഹനവും സകല ജനത്തിനും വേണ്ടിയുള്ളതാണ് ഈശോ ആഗ്രഹിക്കണേ. നമ്മളത്ര ഒന്നും വിശാലമാകാത്തതിൻ്റെ കാരണം യേശുവിൻ്റെ മനോഭാവവും യേശുവിൻ്റെ ചിന്താഗതിയും യേശുവിനോളം സ്നേഹവും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ലോകരക്ഷയൊന്നും ലക്ഷ്യം വയ്ക്കുന്നില്ല. എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ സമൂഹം, എൻ്റെ കാര്യം, എൻ്റെ ശരീരത്തിൻ്റെ കാര്യം, വയറിൻ്റെ കാര്യം, ജീവിതത്തിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, അത്രത്തിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുക. സ്വാർത്ഥതയാണ് സത്യത്തിൽ അത്. ഈശോയുടെ ലക്ഷ്യം ലോകജനതയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജനനം ലോകജനതയ്ക്ക് വേണ്ടിയാണ്. പരിശുദ്ധ അമ്മ ലോകജനതയ്ക്ക് വേണ്ടിയാണ് സഹിച്ചത്. വിശുദ്ധ ഔസേപ്പിതാവ് തിരുക്കുടുംബം സഹിച്ചത് ലോകജനതയ്ക്ക് വേണ്ടിയാണ്, കാരണം രക്ഷകനെ കൊടുക്കാൻ.
അപ്പോൾ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത് ലോക ജനതയ്ക്ക് മുഴുവൻ രക്ഷ കൊടുക്കാനുള്ള സഹനത്തിലേക്കാണെങ്കിൽ ആ സഹനം ഒഴിവാക്കിയാൽ രക്ഷ നടക്കുമോ? നടക്കില്ല. അതുകൊണ്ടാണ് പല സഹനങ്ങളും ഒഴിവാക്കി കളയുന്നത് കൊണ്ടാണ്, ബലിജീവിതം ഒഴിവാക്കി കളയുന്നത് കൊണ്ട് രക്ഷയും അന്യമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അകലത്തായി മാറിയിരിക്കുന്നു. എല്ലാ അൾത്താരയും എല്ലാ ദേവാലയവും എല്ലാവർക്കും വേണ്ടി രക്ഷ കൊടുക്കുന്നതായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി തുറന്നിടേണ്ടതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11:17 എൻ്റെ ഭവനം എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഈശോ എവിടെയൊക്കെ ബലിയർപ്പിക്കുന്നു അതെല്ലാം ലോകജനതയ്ക്ക് വേണ്ടി, സകല മർത്യർക്കും വേണ്ടിയാണെങ്കിൽ എല്ലാ ദേവാലയങ്ങളിലെയും പ്രാർത്ഥനകൾ, ബലിയെല്ലാം ദേവാലയങ്ങളും സകല ജനത്തിനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മാത്രം, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർ മാത്രം വരുന്നു എന്ന് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇതിൻ്റെ അർത്ഥം ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ സകലർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ ദേവാലയങ്ങളും, ദേവാലയത്തിലെ പ്രാർത്ഥനകൾ, ദിവ്യബലികളെല്ലാം. അറക്കപ്പെടുന്ന കുഞ്ഞാടും മുറിക്കപ്പെടുന്ന അപ്പവും എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വായിക്കുന്നതിൽ പേജ് 37-41 വരെയുള്ള പേജുകളിൽ ആ അധ്യായങ്ങളിൽ ഇങ്ങനെ പറയാം, കുർബാനയിൽ 3 അവതാരം നടക്കുന്നു. വചനാവതാരം, അപ്പാവതാരം, മനുഷ്യാവതാരം. വിശുദ്ധ കുർബാനയിൽ ഈ 3 അവതാരങ്ങളും നടക്കുക. വചനാവതാരം നമുക്കറിയാം, മനുഷ്യാവതാരം നമുക്കറിയാം. വചനാവതാരം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. വചനമാണ് ദൈവമായത്, ദൈവമാണ് വചനമായി മാറിയത്. മനുഷ്യാവതാരം 2-ാമത്തെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം തന്നെ 14-ാം തിരുവചനം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പാവതാരം 3-ാമത്തെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ അപ്പത്തിൻ്റെ സുവിശേഷം. 35-ാം തിരുവചനം പറയും, ഞാനാണ് ജീവൻ്റെ അപ്പം, അപ്പമായി മാറിയത് ജീവൻ തരാനാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം. അപ്പോൾ ഈ അവതാരത്തിലൂടെ ഈശോ തരുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 79-ാം തിരുവചനം പൂർത്തീകരിക്കുക. എന്തിനാണ് ഈശോ വിശുദ്ധ കുർബാനയിൽ വചനാവതാരം, മനുഷ്യാവതാരം, അപ്പാവതാരം ചെയ്തതെന്ന് കേട്ടോ. ലൂക്കായുടെ സുവിശേഷം 1:79 ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനുമാണ് ഉദയത്തിൽ നിന്നുള്ള ഉദയരശ്മി ഈ ലോകത്തിലേക്ക്, അൾത്താരയിലേക്ക് അപ്പമായി, മനുഷ്യനായി, വചനമായി വന്നത്. 2 കാര്യങ്ങൾ ഇതിലൂടെ നടക്കുക. ഒന്ന്, ഇരുളിലായിരിക്കുന്ന, പാപത്തിലായിരിക്കുന്ന, തിന്മയിലായിരിക്കുന്ന മക്കളെ ആ ഇരുളിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരാൻ. 2, ആരോട് ചോദിച്ചാലും പറയും സമാധാനമില്ല, ചോദിക്കാതെ തന്നെ പറയും സമാധാനമില്ല. കുടുംബങ്ങളിൽ സമാധാനമില്ല, വ്യക്തികളിൽ സമാധാനമില്ല, സമൂഹങ്ങളിൽ സമാധാനമില്ല, രാജ്യത്ത് സമാധാനക്കേടാ എവിടെ? ഈശോ ഈ അവതാരം ചെയ്യുന്നത് സമാധാനം തരാനാണ്. ആർക്കൊക്കെ സമാധാനക്കേടുണ്ടോ കുർബാനയിലേക്ക് ചെന്നാൽ മതി, സമാധാനത്തിൻ്റെ നിറവ് ഈശോ. അപ്പം അതുകൊണ്ട് പറയുവാണ്, സമാധാനത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാൻ, കുടുംബങ്ങളെ നയിക്കാൻ, വ്യക്തികളെ നയിക്കാൻ, രാജ്യങ്ങളെ നയിക്കാൻ, ദേശങ്ങളെ നയിക്കാൻ വിശുദ്ധ കുർബാനയായി മാറുന്നു ഈശോ. അവൻ നമ്മുടെ സമാധാനമാണ്. മിക്ക 5:5 അവനിൽ കണ്ടെത്താൻ പറ്റാത്ത സമാധാനം എവിടെ കണ്ടെത്തിയാലും കുറച്ച് നേരം, കുറച്ച് ദിവസം, കുറച്ച് ആഴ്ച, അല്ലെങ്കിൽ കുറച്ച് നാൾ, യേശുവിൽ കണ്ടെത്താൻ പറ്റാത്ത ഏതൊരു സമാധാനവും തീർന്നു പോകുന്നതൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മളെ തേടിപ്പോകും. ആ സമാധാനം മതി, അത് സുഖമുള്ളതാണ്. ഇത് സഹനത്തിലൂടെ നേടിയ സമാധാനമാണ്.
മിക്കായുടെ പുസ്തകം 5:5 അവൻ നമ്മുടെ സമാധാനമാണെങ്കിൽ ഏത് കുടുംബത്തിനും വ്യക്തികൾക്കും സമാധാനം തരുന്ന ഈശോ വിശുദ്ധ കുർബാനയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, സമാധാനം നിങ്ങളോടുകൂടെ. വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സമാധാനത്തിൻ്റെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈശോ പറയുക, സമാധാനം നിങ്ങളോടുകൂടെ. ആവർത്തിച്ച് മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ, ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ സമാധാനക്കേട് ഏറ്റെടുക്കാനാണ് ഈശോ വന്നിരിക്കണം. എന്നിട്ട് ഈശോയുടെ സമാധാനം നമുക്ക് തരും. അതുകൊണ്ട് വേണം നമ്മൾ തിരിച്ചു പോകാൻ. അപ്പോൾ സമാധാനം ഇല്ലാത്ത വ്യക്തികളിലേക്ക് യേശുവിൻ്റെ സമാധാനം കൈമാറും. അവിടെ നമ്മൾ പരസ്പരം സമാധാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. കാരണം യേശുവിൽ നിന്ന് എനിക്ക് കിട്ടിയ സമാധാനം ഞാൻ എന്നിൽ തന്നെ വെച്ചാൽ പോരാ, കൊടുക്കണം. പിതാവിൽ നിന്ന് ഈശോയ്ക്ക് കിട്ടിയ സമാധാനവും സന്തോഷവും ആനന്ദവും സഹനത്തിലൂടെ ലോകത്തിന് കൈമാറിയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ വിളി ഇതാ. കുടുംബമായാലും വ്യക്തിയായാലും സമൂഹമായാലും സന്യാസമായാലും വൈദിക ജീവിതമായാലും നമ്മുടെ വിളി ഇതാണ്. എന്ത്? എനിക്ക് കിട്ടിയ സമാധാനം, എനിക്ക് കിട്ടിയ സന്തോഷം ഞാൻ പകരുക, അപരന് കൊടുക്കുക. കൊടുക്കാത്തിടത്തോളം കാലം ഈ സമാധാനം എന്നിൽ തന്നെ അനുഭവിക്കാനാകില്ല എനിക്ക്. കാരണം കൊടുക്കുന്തോറും ഏറും. അത് വിദ്യ മാത്രമല്ല, സന്തോഷം കൊടുത്താലും ആ സന്തോഷം ഏറിട്ട് തിരിച്ചു വരും. സമാധാനം കൊടുത്താലും ആ സമാധാനം ഇനി നിലനിൽക്കും. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന് പറഞ്ഞിരിക്കണം ഈശോ. അതുകൊണ്ട് ഈശോയുടെ സമാധാനമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. എൻ്റെ വാക്ക് സമാധാനമുള്ളതാകണം. എൻ്റെ കർമ്മം, പ്രവൃത്തി അവരന് സമാധാനം കൊടുക്കുന്നതാകണം. നമ്മുടെ പ്രവർത്തന മേഖലയിലൊക്കെ വാക്കുകൾക്കും കർമ്മങ്ങൾക്കുമൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ചിലർക്ക് സമാധാനം കെടുത്തി കളയും നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ. അപ്പോൾ അങ്ങനെ സമാധാനം കെടുത്തേണ്ടതല്ല, സമാധാനം കൊടുക്കേണ്ടതാണ് നമ്മുടെ വാക്കും പ്രവൃത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മളെ ഇടപെട്ടവർക്ക് നമ്മൾ സമാധാനം കൊടുക്കുവാണോ, ഇപ്പോൾ സമാധാനം കെടുത്തുവാണോ? എല്ലായ്പ്പോഴും അല്ല എങ്കിലും വല്ലപ്പോഴും ഒക്കെ നമുക്കങ്ങനെ സംഭവിച്ചു പോകാം. സമാധാനം കെടുത്തുന്ന അനുഭവം, അല്ലെങ്കിൽ അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. വാക്കുകൊണ്ടായിരിക്കാം. ദാനത്തേക്കാൾ വലുതാണ് നല്ല വാക്ക്. 6 മാസം വരെ ഒരു നല്ല വാക്കിന് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമെന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ നമ്മളൊരു 4 നല്ല വാക്ക് പറഞ്ഞാൽ ആൾ 2 കൊല്ലം ജീവിച്ചു പോയിക്കോളും. അതുപോലെ തന്നെ നല്ല വാക്കല്ലാത്തതും ചിലപ്പോൾ 6 മാസം ജീവിതം കീഴോട്ട് പോകാനും ഇടയാവും, ദുഃഖത്തിലേക്കാകാനും ഇടയാവും. അത് പറഞ്ഞിട്ടില്ല. നല്ലൊരു വാക്ക് 6 മാസത്തോളം ഒരാൾക്ക് ജീവിക്കാൻ എനർജി കിട്ടുമെന്ന് പറയാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇരുളിലായിരിക്കുന്ന നമുക്ക് കുടുംബത്തിന് വെളിച്ചം തരാനുള്ള വിശുദ്ധ കുർബാന. അസമാധാനത്തിൽ കിടന്ന് നമുക്ക് സമാധാനം തരാനാണ് വിശുദ്ധ കുർബാന. എന്താ ഇരുള്, എന്താ അന്ധകാരം, പാപം, തിന്മ നമ്മൾ നോക്കിയാൽ ചുറ്റിലും നമ്മിലും ഒക്കെ കാണാവുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 77-ാം വചനം ഇങ്ങനെ പറയുക, അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാൻ. പാപമോചനത്തിലൂടെ രക്ഷ കിട്ടുള്ളൂ. ഈ അറിവ് തരാനാണ് ഈശോ വന്നത്, രക്ഷയുടെ അറിവ് തരാൻ. നമ്മുടെ അറിവ് ലോകത്തിൻ്റെ അറിവായാൽ നമ്മൾ പോകുമ്പോഴേ അറിവ് തീരും. രക്ഷയുടെ അറിവായാൽ നമ്മൾ പോയാൽ രക്ഷ ലോകത്ത് നിലനിൽക്കും, നമ്മിലും നിലനിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷ കൊടുക്കുന്നവരാകാം, ഇരുളിൽ പ്രകാശിക്കുന്നവരാകാം, അസമാധാനത്തിൽ സമാധാനം കൊടുക്കുന്നവർ, ഇരുളിനെ കീഴടക്കുന്ന ഒരു പ്രകാശമായി, വെളിച്ചമായി എന്നിലും നമ്മിലും വിശുദ്ധ കുർബാന വരട്ടെ. ആ വെളിച്ചം നമുക്ക് നമ്മളായിരിക്കുന്നിടത്ത് നമ്മിൽ തന്നെ ആ വെളിച്ചമാകാൻ, നമ്മൾ തന്നെ പ്രകാശിക്കാൻ, പാപത്തിൻ്റെ അവസ്ഥ മാറി, തിന്മയുടെ അവസ്ഥ മാറി ഒരു വെളിച്ചമുള്ളവരാകാൻ. എന്നിൽ തന്നെയാണ് ആ വെളിച്ചം ആദ്യം വേണ്ടത്. എന്നിൽ തന്നെയാണ് സമാധാനം ആദ്യം വേണ്ടത്. എന്നാലേ എനിക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റൂ. സമാധാനമില്ലാത്ത വ്യക്തികൾ സമാധാനം കെടുത്തിക്കളയും. വെളിച്ചമില്ലാത്ത വ്യക്തികൾ വെളിച്ചം കെടുത്തിക്കളയും. വലിയൊരു മുറിയിലെ ഇരുട്ടിൽ ഒരു ചെറിയ തിരിമതി ആ ഇരുട്ടിനെ മുഴുവൻ മാറ്റാൻ.
ദുഃഖിച്ചിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന, ഇരുളിൽ കഴിയുന്ന, പാപത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് നമ്മുടെ ഒരു നല്ല വാക്ക്, നമ്മുടെ ഒരു വചനം, നമ്മുടെ ഒരു നല്ല പ്രവൃത്തി അവർക്ക് വെളിച്ചമായി മാറട്ടെ. ജീവിതത്തിൽ നല്ലൊരു വാക്ക്, നല്ലൊരു പ്രവൃത്തി അവരെ നിത്യസമാധാനത്തിലേക്ക്, യേശുവിൻ്റെ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുന്നതാകട്ടെ. അങ്ങനത്തെ സമാധാനത്തിൻ്റെ ദൂതരാകാം, നമുക്ക് വെളിച്ചത്തിൻ്റെ മക്കളാകാം. വിശുദ്ധ കുർബാന അതിനൊരു വിളിയാണ്, ഒരു വെല്ലുവിളിയാണ് ഇത്. ആ വെല്ലുവിളി സ്വീകരിച്ച് വെളിച്ചമാകാനും സമാധാനമാകാനുമുള്ള നമ്മുടെ വിളി ജീവിച്ചു തീർക്കാം. അതിനുള്ള അനുഗ്രഹം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, സ്വന്തമാക്കാം. ഈശോ എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.